ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹീറാസ് ഹാപ്പി കിച്ചൺ, ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് പുഡിംഗ് ആണ്. വളരെ സിമ്പിളും അതോടൊപ്പം തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബ്രെഡ് പുഡിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പക്ഷേ അത് തയ്യാറാക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കണ്ട ശേഷം അതിഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ബ്രെഡ് പുഡിംഗ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. ഇതൊന്ന് ചെറുതായി ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുങ്കുമപ്പൂവാണ്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമായും ചേർക്കണമെന്നില്ല. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1/4 കപ്പ് പാൽപ്പൊടിയാണ്. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടയില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ മിക്സ് ഒന്നുകൂടി തിക്കായി കിട്ടും. പക്ഷേ ഇവിടെ ഞാൻ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായി ഞാനിവിടെ കുറച്ച് റീസൻസും ആൽമണ്ട്സും ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ഉൾപ്പെടുത്താം. ഇനി നമുക്ക് പാൽ നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ മിക്സ് നന്നായി തിളച്ച് കഴിഞ്ഞു. അത്യാവശ്യം തിക്കായിട്ടുമുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് ബ്രെഡ് ചെറിയ റൗണ്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ആവശ്യത്തിന് റൗണ്ട് പീസസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം ഏത് മോൾഡിലാണോ നമ്മളിത് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് കഴിവതും ഓവർലാപ്പ് ചെയ്യാതെ ഈ ബ്രെഡ് പീസസ് നിരത്തുക. ഇനി ഇൻഡിവിജ്വലായിട്ട് ഇത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ ഐസ്ക്രീം ബൗളിലും നമുക്ക് ഇതേ ബ്രെഡ് പുഡിംഗ് സെറ്റ് ചെയ്യാം. ഇനി ഈ ബ്രെഡ് പീസസിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഏറ്റവും സ്വാദിഷ്ടമാവുന്നത് ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇത് നമുക്കൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യാം. അങ്ങനെ ഐസ്ക്രീം ബൗൾസിലും സെറ്റ് ചെയ്ത് ഇത് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വളരെ സിമ്പിളും അതോടൊപ്പം തന്നെ സൂപ്പർ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്.
അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഒപ്പം ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കും. കൂടാതെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. വളരെ വൈകാതെ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. Thanks for watching. Hope you like the recipe. Please subscribe, like, share and comment. Watch more videos.